ഇന്ന് കട്ടോലി സെൻറ്റ് പോൾസ് CSI ഇടവക സഭയിൽ കടന്നു വന്ന് നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നേരത്തെ ഉള്ള പ്രോഗ്രാം ചെയ്തൊരു ക്രമീകരണമല്ല. ഇന്നലെ രാത്രി സമയത്ത് എപ്പോഴാണെന്നൊന്ന് ചോദിച്ച് അറിഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വികാരിയച്ഛനോട് പറഞ്ഞു, ഞാനിവിടെ ഇന്ന് ആരാധനയ്ക്ക് ഇവിടെ കൂടുകയാണ് എന്ന് പറഞ്ഞു. അല്ലാതെ നേരത്തെ ആരോടും പറഞ്ഞിരുന്നില്ല. ഇന്ന് മറ്റ് പ്രോഗ്രാമുകൾ മറ്റ് ചില കാര്യങ്ങളുള്ളതുകൊണ്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ രാവിലത്തെ ആരാധന ഇവിടെ കൂടാം എന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോൾ വളരെ ഊഷ്മളമായി പൂച്ചൻ്റെ ഒക്കെ നന്ദി സ്വീകരിച്ചതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. സ്വാഗതം ചെയ്തതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സാറിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, പ്രിയ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, കപ്പ്യാരച്ചൻ, ഡയസൻ കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞാൻ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഗായസംഘത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. രാവിലെ ആരാധനയ്ക്കായിട്ട് പ്രത്യേകമായി കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നമുക്ക് മനോഹരമായൊരു ആലയം ഈ വഴിവെക്കിൽ നമുക്ക് ദൈവം നൽകി. നാളുകൾക്ക് മുമ്പ് അത് എത്രത്തോളം സൂക്ഷിപ്പാനായിട്ട് ദൈവം നിങ്ങൾക്ക് സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളും ഭാരങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി ഇല്ലായ്മകളുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ദൈവം മാറ്റിത്തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ വരുമെന്നാണ് തിരുവചനം നമുക്ക് നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് പ്രാപിപ്പാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും ഈ സഭയിൽ നിന്ന് മഹാടവിക്ക് ലഭിക്കുന്ന എല്ലാവിധമായ സഹായ സഹകരണങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ സഭയിലെ മൗത്യമേറിയ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അലക്സാണ്ടർ സാറാകുന്നുവല്ലോ. സാറിനോടും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. ആരാധനയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. ആരാധിപ്പാനായിട്ടാണ് നമുക്ക് ഈ ഒരു ഇടം നമുക്കവിടെ കിട്ടിയത്. തീർച്ചയായിട്ടും താഴെ നോക്കുമ്പോൾ വളരെ ഈ മനോഹരമായ ഈ കുന്നിൻ്റെ മുകളിലല്ല എങ്കിലും താഴെ നമ്മൾ നോക്കുമ്പോൾ കുന്നിൽ ഈ ദേശത്തിനാകമാനമായും അനുഗ്രഹമായി ഈ ദേവാലയം നിലനിൽക്കുകയാണ്. ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിപ്പാനായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. ദൈവാലയത്തിലേക്ക് ദൈവാരാധനയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളെക്കുറിച്ച് വേദവസ്തം പറയുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ വരുന്നവർക്ക് ദൈവവിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അന്നേരം ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, തിരുമേനി ഞങ്ങൾക്ക് എന്നാ വിശ്വാസമില്ലാതെയാണ് വരുന്നത്. ശരിയാണ്, വിശ്വാസമില്ലെങ്കിൽ വരത്തില്ല. പക്ഷേ വേദവസ്തം പറയുന്നു, ദൈവാലയത്തിൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അത് വളരെ നിർബന്ധമാണ്. അത് 2 പ്രാവശ്യം എടുത്തു പറഞ്ഞാലേ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. ദൈവാലയത്തിൽ വരുന്നവൻ, ദൈവാരാധനയ്ക്കായിട്ട് വരുന്നവൻ എന്ത് ചെയ്യണം? വരുന്നവർ എന്ത് ചെയ്യണം? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കും. ഓക്കെ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്ന് പറയാം. ദൈവവചനത്തിലും ദൈവവാഗ്ദത്തങ്ങളിലും എന്ത് ചെയ്യണം? ഈ ആരാധകൻ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നവനായിരിക്കണം ആരാധകൻ. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നവനായിരിക്കണം ആരാധകൻ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഇഷ്ടത്തിന് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ദൈവത്തെ ആരാധിക്കാൻ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ കാണാനായിട്ട് സാധിക്കും. 1-ാം പാഠം വായിച്ചപ്പോൾ അവിടെ യെശയ്യാപ്രവചനം 6-ാം അധ്യായം വായിച്ചപ്പോൾ അവിടെ യെശയ്യാവിന് ഒരു ദർശനമുണ്ടാകുന്ന അവിടെ പറഞ്ഞിരിക്കുന്നു. യെശയ്യാവിന് ദർശനമുണ്ടായ ദർശനം എന്ന് പറയുന്ന ഇപ്രകാരമായിരുന്നു: ദൈവം, സർവശക്തനായ ദൈവം ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാരെന്ത് ചെയ്യുന്നു? അവിടെ ദൈവത്തെ ആരാധിക്കുന്നു. ആരാധനയിൽ അവരുപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതാണ് ആരാധന. അതിങ്ങനെ ഇടപെടാതെ എന്ത് ചെയ്യുക? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിത്യ ആരാധനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ആരാധന മറ്റു ഭാഗങ്ങളെ വേദവസ്തം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ വലിയ വലിയ ആൾക്കാരാണ്, രാജാക്കന്മാരെന്ന് പറയുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ കിരീടങ്ങൾ എന്ത് ചെയ്യുന്നു?
ദൈവത്തിൻ്റെ തൃപ്പാദങ്ങളിലിട്ട് നമസ്കരിക്കുന്നു. അത് ആരാധനയെക്കുറിച്ച് പറയും. ഇതിങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യെശയ്യാവിനുണ്ടായ ഒരു 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 ചിന്ത അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവ് ഈ മഹത്വമേറിയ ദർശനം കണ്ടപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, ദൈവം, സർവശക്തനായ ദൈവം ഉയർന്നും പൊങ്ങിയുള്ള വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നതും ഈ ആരാധന കൂടെ നിൽക്കുന്ന ചുറ്റും നിൽക്കുന്ന ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ, ആ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കുന്ന കൂട്ടത്തെ കണ്ടപ്പോൾ യെശയ്യാവ് ഭയപ്പെട്ടു പോയി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, വളരെ വളരെ മോശമായിട്ടുള്ള ജീവിതമുള്ള ഒരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് അവിടെ പറയുന്നത്. യെശയ്യാവ് അത്രയും മോശമാണെങ്കിൽ നമ്മൾ എന്ത് മാത്രമായിരിക്കും അല്ലേ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആ കാര്യം. പറയുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ ഇടയിൽ പാർക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ പരിശുദ്ധനായ ദൈവത്തെ കണ്ടാൽ എന്ത് ചെയ്യും? അവൻ മരിച്ചു പോകും എന്നൊരു ചിന്തയാണ് അവിടെ ഉണ്ടായെന്ന് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് വേദോസം എല്ലാം നോക്കുമ്പോൾ കാണാം, ദൈവത്തെ നേരിട്ട് കണ്ട് ആരും എന്ത് ചെയ്യുന്നില്ല, ജീവനോട് ഇരിക്കുന്നില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ദൈവം അത്രയും വിശുദ്ധനാണ്. അത്രയും വിശുദ്ധനായ ദൈവത്തെ കണ്ടാൽ എന്ത് ചെയ്യും? കാണുന്ന ആള് മരിച്ചു പോകും എന്നാണ് വിശ്വസിച്ചിരുന്നത്. പല സമയങ്ങളിൽ അങ്ങനെ സംഭവിച്ചതായിട്ട് നമുക്ക് വേദോസത്തിൽ കാണാൻ സാധിക്കും. പലപ്പോഴും ദൈവത്തിൻ്റെ കരുണയാൽ മരിക്കാതിരിക്കുന്നതിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, മോശ ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാരെ വേദോസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒരു പക്ഷേ ചോദിക്കും. ദൈവം വിശുദ്ധനാണ് നമ്മൾ പറഞ്ഞല്ലേ. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ അഗ്നിയുടെ ഒരു രൂപത്തിൽ കാണാനായിട്ട് സാധിക്കും. അവിടെ അഗ്നിമയമാണെന്ന് കാണുവാൻ സാധിക്കും അല്ലേ. ഒരു മെഴുകുതിരി നമ്മളിവിടെ കത്തിച്ച് വെച്ചിരിക്കുന്നു വിചാരിക്കുക. ഒരു പേപ്പർ കഷ്ണം നമുക്ക് എന്തുമാത്രം മെഴുകുതിരിയുടെ അടുത്തേക്ക്, തീനാളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും? അവത്തെ മുട്ടിക്കാൻ പറ്റുമോ? മുട്ടിച്ചാൽ എന്നാ പറ്റും? മെഴുകുതിരിയുടെ തീനാളത്തെ ഒരു പേപ്പർ കഷ്ണം കൊണ്ടുപോയി മുട്ടിച്ചാൽ എന്നാ പറ്റും? പിള്ളേർ പറഞ്ഞേ, എന്നാ പറ്റും? ഉറക്കെ പറ. ആ പേപ്പർ കത്തിപ്പോവും. വേറൊരു മെഴുകുതിരിയാണ് കത്തിച്ച് കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എവിടം വരെ പോവും? ശ്രദ്ധിച്ചേ, വേറൊരു മെഴുകുതിരിയാണ് കൊണ്ടിരുന്നെങ്കിൽ ആ തീനാളം എവിടം വരെ പോകും? അത് ചേർന്ന് നിന്നാൽ എന്ത് ചെയ്തില്ല, ഒന്നും പറ്റത്തില്ല ആ തീനാളത്തിന്. കാരണം രണ്ടും എന്താണ്? രണ്ടും തുല്യമാണ് അല്ലേ. അതാണ് വിശുദ്ധിയെക്കുറിച്ച് പറയുന്നത്. വിശുദ്ധനായ ദൈവത്തെ ആരാധിപ്പാൻ, വിശുദ്ധിയോടെ ആരാധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അവിടെയാണ്. പാപമേറ്റ് പറയണമെന്ന് പറയുന്ന കാര്യം അവിടെയാണ് കിടക്കുന്നത്. കാരണം ദൈവം വിശുദ്ധനാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ എന്തായിരിക്കണം? ബാക്കി പറഞ്ഞേ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. വിശുദ്ധി കൂടാതെ എന്ത് ചെയ്യത്തില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധരായി തീരേണ്ടതല്ലേ. അപ്പം അങ്ങനെയാണ് നമ്മൾ വിശുദ്ധരാണോ? ആണോ? ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലേ? തിരുമേനി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആൾക്കാർ കാണത്തില്ല അല്ലേ. ശരിയാണ്. നമ്മുടെ ആരാധന നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും. കുറച്ച് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? പാപം ഏറ്റു പറയാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? പാപം ഏറ്റു പറഞ്ഞു അല്ലേ. എന്തിനാ പാപം ഏറ്റു പറയുന്നത്? എന്തിനാ പാപം ഏറ്റു പറയുന്നത്? പാപം ഏറ്റു പറയാതെ എന്ത് ചെയ്തില്ല? പാപം ഏറ്റു പറയാതെ ദൈവത്തിന് നമ്മിൽ ഇഷ്ടം തോന്നത്തില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന് നമ്മിൽ പ്രസാദം തോന്നണമെങ്കിൽ നമ്മൾ കുറവുകളെ എന്ത് ചെയ്യണം? ഏറ്റു പറയണം. ദൈവമേ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? വരണം. അതാണ് നമ്മൾ പ്രാർത്ഥന അല്പം മുമ്പ് കഴിഞ്ഞു. അങ്ങനെ പാപം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. എന്ത് ചെയ്യുന്നു? അതിൻ്റെ വചനങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ കൃപാമൊഴികൾ എന്ത് ചെയ്യും? നമ്മൾ വായിച്ച് കേട്ടു അല്ലേ. ഇവിടെ യെശയ്യാവ് അവിടെ പറയുന്നുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ മധ്യേ പാർക്കുകയാണ്, എൻ്റെ കണ്ണ് പരിശുദ്ധനായ ദൈവത്തെ കണ്ടുവല്ലോ എന്ന് പറയുന്നത്. ഉടനെ ദൂതൻ എന്ത് ചെയ്യുന്നു? ഒരു കൊടിലെടുത്ത് കത്തിക്കൊണ്ടിരുന്ന കനലിൽ നിന്ന് ഒരു കനലെടുത്ത് എന്ത് ചെയ്തു? ഈ യെശയ്യാവിൻ്റെ നാവ് തൊടുവിച്ചു. ചുണ്ട എന്ത് ചെയ്തു? തൊട്ടു, അധരത്തെ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്നെ തൊട്ടതിനാൽ എന്ത് ചെയ്തിരിക്കുന്നു? നീ ആരായി തീർന്നു? നീ ശുദ്ധിയുള്ളവനായി തീർന്നിരിക്കുന്നു. പിന്നെയാണ് ഈ യെശയ്യാവിനെ ദൗത്യം ഏൽപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുക. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആരെ ഞാൻ അയക്കേണ്ടു? ആര് നമുക്ക് വേണ്ടി പോകും എന്നൊരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു എന്ന് പറയുന്നു. അതിന് മറുപടിയായിട്ട് യെശയ്യാവ് പറയുന്നു, അടിയനെ ഇതാ, അടിയനെ അയക്കണമേ. ഈ ശുദ്ധീകരണത്തിന് ശേഷമാണ്, ഈ ഒരു ദർശനം ഉണ്ടായതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? യെശയ്യാവ് തൻ്റെ മിനിസ്ട്രിക്കായി ദൈവം ഉപയോഗിക്കുന്നത്, പ്രവാചകനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദൈവ ആരാധനയ്ക്ക് വേണ്ടി ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവ ആരാധനയ്ക്ക് വേണ്ടി ആലയം വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. വേദോസം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവ ആരാധനയ്ക്ക് വേണ്ടി എവിടെയെല്ലാം സ്ഥലങ്ങൾ വേർതിരിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കണം, ദൈവാരാധനയ്ക്ക് വേണ്ടി സ്ഥലങ്ങൾ വേർതിരിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട്, അല്ലേ? അങ്ങനെ ഈ ഒരു സമയത്ത് എന്ത് ചെയ്തു? ഈ ആലയം ദൈവ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചു, അല്ലേ? നിങ്ങളൊക്കെ ഓർക്കുന്നതായിരിക്കും പ്രതിഷ്ഠിച്ച സമയത്ത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ? 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 ഉണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ ബോധത്തോടെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ഇങ്ങോട്ട് അകത്തോട്ട് കയറാവുള്ളൂ. ഇവിടെ ആരുണ്ട്? ആരുടെ സാന്നിധ്യമുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ മാത്രമല്ല, എവിടെയെല്ലാം ദൈവ ആരാധനയ്ക്ക് വേണ്ടി സ്ഥലങ്ങൾ വേർതിരിക്കുന്നുവോ അവിടെയെല്ലാം ആരുടെ സാന്നിധ്യമുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. അപ്പോൾ ദൈവാലയത്തിൽ വരുന്ന ഞാനും നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ താഴെ നിന്ന് റോഡിൽ നിങ്ങളുടെ കയറി വരുമ്പോൾ ഓർത്തോണം, എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പോവുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ദേവാലയം കാണുമ്പോൾ ഓർത്തോണം, അതെന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടം. അവിടെ വന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയാനായിട്ട് ദൈവം പറഞ്ഞിരിക്കുക. അവിടെ വന്ന് വേണം എന്ത് ചെയ്യാൻ? പറയുക. ഇവിടെ വന്ന് നമ്മൾ പറയുക, ദൈവമേ ഇന്നതാണ് എൻ്റെ ആവശ്യം, അല്ലേ? ഇന്നതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ പോകേണ്ടതാണ്. കുറവുകൾ, വീഴ്ചകൾ അനവധിയാണ് ദൈവമേ, അതിലെന്ത് എന്ത് ചെയ്യണം? എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ച് ദൈവ അനുഗ്രഹം പ്രാപിച്ചൊരാണ് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആരാധനയ്ക്ക് വരുന്ന മറ്റൊരു സ്ത്രീ, ആരാധനയെക്കുറിച്ച് സംസാരിക്കുന്ന മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീ നമുക്ക് എല്ലാവർക്കും പരിചിതയാണ്. ആ സ്ത്രീ ശമരിയ സ്ത്രീയാണ്, അല്ലേ? ശമരിയ സ്ത്രീ ഉച്ച സമയത്ത് എന്ത് ചെയ്യുന്നു? വെള്ളം കോരാനായിട്ട് പോകുന്നു. അപ്പോൾ യേശുവുമായിട്ട് കണ്ടുമുട്ടുന്ന സംഭാഷണമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? സംഭാഷണത്തിൽ പറയുന്നു, നീ വെള്ളം കോരാം, എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് കുടിക്കാൻ തരണം എന്ന് പറയുന്നു. കുടിക്കാൻ തരണമെന്ന് പറയുമ്പോൾ സ്ത്രീ പറയാണ്, നീ ഒരു യഹൂദനല്ലേ, ശമരിയാക്കാരായ ഞങ്ങളോട് എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ വെള്ളം ചോദിക്കാൻ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ, ശമരിയാക്കാരും യഹൂദന്മാരുമായിട്ട് തമ്മിൽ സമ്പർക്കമില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യാതൊരുവിധമായ ബന്ധവുമില്ലാത്ത ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് കുടിക്കാനായിട്ട് വെള്ളം ചോദിക്കുന്നത്? അത് പറഞ്ഞ്, നീ ഈ വെള്ളം കുടിക്കുന്നവർക്കെല്ലാം എന്ത് ചെയ്യും? വീണ്ടും ദാഹമുണ്ടാകും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന എന്ത് ചെയ്യില്ല, ഒരു നാൾ ദാഹിക്കില്ല. ഉടനെ സ്ത്രീ പറയാണ്, ഓ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ആ വെള്ളം ഇത്ര വേണം, അല്ലേ? ഞാനിങ്ങനെ ഇത്രയും ദൂരം നടന്നു വന്ന് ഈ കുഴിയിലിറങ്ങി കിണറ്റിലിറങ്ങി വെള്ളം കോരിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യണം? ദാഹമില്ല, ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ദാഹമില്ലാത്ത ആ വെള്ളം എനിക്ക് വേണം. ഉടനെ യേശു പറയും, നീ ഒരു കാര്യം ചെയ്യ്, എന്ത് ചെയ്യണം? നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം. ഉടനെ സ്ത്രീ പറയുന്നത്, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറഞ്ഞു, ശരിയാ, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞ കാര്യം ശരിയാ. എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു? 5 പേരുണ്ടായിരുന്നു. ഇപ്പോഴൊരാൾ ഉണ്ട്. ഇപ്പോൾ ആൾ ആരല്ല? ഭർത്താവല്ല. നീ പറഞ്ഞത് വളരെ ശരിയാണെന്ന് പറഞ്ഞു. ഉടനെ സ്ത്രീ പറയുന്നു, ഞാൻ ഒന്നും പറയാതെ എന്നെക്കുറിച്ച്, എൻ്റെ പൂർവ്വകാലങ്ങളെക്കുറിച്ച് പറഞ്ഞ ഇയാൾ ആരാണ്? സാധാരണ ഒരു മനുഷ്യനല്ലല്ലോ, അതാ ഒരുപക്ഷെ പ്രവാചകനായിരിക്കും എന്ന് ഉടനെ പറയുന്നത്, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. അപ്പോൾ അവിടെ മനസ്സിൽ വളരെ നാളായിട്ട് സൂക്ഷിച്ച ഒരു കാര്യം, ഒരു സംശയം അവൾ ചോദിക്കുന്നുണ്ട്. യഹൂദന്മാരെ പറയുന്നു ആരാധിക്കേണ്ട എവിടെയാണ്? യെരുശലേമിലാണെന്ന് പറയും. ഞങ്ങൾ പറയുന്നു ശമരിയയിലാണെന്ന് പറഞ്ഞു. നമുക്കറിയാം, ചരിത്രം നോക്കുമ്പോൾ കാണാം, ശമരിയിലും ആരാധനയ്ക്ക് സ്ഥലം ഉണ്ടായിരുന്നവിടെ കാണാൻ സാധിക്കും. പിന്നീട് അത് യെരുശലേമിൽ അത് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യെരുശലേമിലാണ് യഥാർത്ഥ ആരാധന എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉടനെ യേശു പറയുന്നുണ്ട്, മശിഹ വരുമ്പോൾ എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തി എന്ന് യേശുവിനോട് ഈ സ്ത്രീ പറയുന്നു. ആ സംഭാഷണത്തിലാണ് പറയുമ്പോഴാണ് പറഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ സാധാരണ എല്ലാ ആരാധനയും ഉപയോഗിക്കുന്ന ഒരു വാചകം, ഒരു വാക്യം പറയുന്നത്, അല്ലേ? ദൈവം ആരാകുന്നു? ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മൾ ഇന്നും ആ വചനം ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ആരാധന ആരംഭിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ 24-ാം വാക്യമാണ് അത്. ദൈവം ആരാകുന്നു? ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ എന്ത് ചെയ്യണം? ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം, ആരാധിക്കണം എന്ന് ഇവിടെ യേശു പറയും.
അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ആരാധന എന്ന് പറഞ്ഞാൽ ആകമാനമായിട്ട് എന്താണ് അതിൻ്റെ അർത്ഥം? ആരാധന എവിടെയെല്ലാം വ്യാപിച്ചു കിടക്കും? എങ്ങനെയുള്ള ആരാധനയാണ് ദൈവത്തിന് ഇഷ്ടം? ചുരുക്കി ഇങ്ങനെ പറയാം, ആരാധന എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ആലയത്തിനുള്ളിൽ ഇവിടെ വന്ന് കുറച്ച് സമയം 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഇരുന്ന് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും മാത്രമല്ല. ബാക്കിയുള്ള 6 ദിവസങ്ങളും ആരാധനയിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. 6 ദിവസങ്ങളിലെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് 7-ാം ദിവസം ആരാധന എന്ത് ഇരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊക്കെ പരാജയം വരുന്നത് അവിടെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 6 ദിവസവും നമുക്കിഷ്ടം പോലെ നടന്നിട്ട് 7-ാം ദിവസം എന്ത് ചെയ്യുന്നു? നമ്മൾ ദേവാലയത്തിൽ വരികയാണ്, അല്ലേ? പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. 7-ാം ദിവസം ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം, മഹത്വപ്പെടുന്നത് ദൈവത്തിന് അത് ഇഷ്ടമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്, അല്ലേ? ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് നമ്മൾ ആരാധിക്കുന്ന ആരാധനകൾ ഇഷ്ടമായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യണം? ആരാധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ്, ചുരുക്കി പറഞ്ഞാണ്, അല്ലെങ്കിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് വിശുദ്ധി എന്ന് പറയും. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ എന്ത് ചെയ്യണം? നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് പറയും. ദൈവ ആരാധന ഞാൻ ആദ്യം പ്രാരംഭമായിട്ട് പറഞ്ഞു, ദൈവത്തെ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യത്തില്ല? ആരാധിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് തരികയാണ് നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ. ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ആരാധിപ്പാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? നമ്മൾക്കറിയാം, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുമ്പോൾ ഫറവോനോട് പറഞ്ഞ കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? എൻ്റെ ജനത്തെ എന്നെ ആരാധിപ്പാനായിട്ട്, യഹോവയായ ദൈവത്തെ ആരാധിപ്പാനായിട്ട് എൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? വിട്ടയക്കണം. യഹോവയെ ആരാധിപ്പാൻ വിട്ടയക്കണം എന്ന് പറഞ്ഞല്ലേ. യഹോവയെ ആരാധിപ്പാനായിട്ട് വിട്ടയക്കപ്പെട്ട ജനത്തിന് ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് എന്ത് ചെയ്യുന്നു? കൽപ്പനകൾ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. 10 കൽപ്പനകൾ, അല്ലേ? നമ്മൾ വിശുദ്ധ സന്ദർഭമുള്ള ഞായറാഴ്ചകളിൽ അത് വായിക്കുന്നതാണ്. അപ്പോൾ കൽപ്പനകൾ അനുസരിച്ചേ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കും. കൽപ്പനകളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതമായിട്ട്, ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്, മറന്നു പോകരുത്. ബാക്കി 6 ദിവസവും നമുക്ക് അനുഷ്ഠിക്കാൻ, നമ്മൾ അനുസരിപ്പാൻ, നമുക്ക് ജീവിക്കാനുള്ള മാർഗമാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ രീതികളാണ് പറഞ്ഞിരിക്കുന്നത് കൽപ്പനകളിൽ, അല്ലേ? എങ്ങനെയാണ് കൽപ്പന? നമ്മൾ സാധാരണ പറയുന്നുണ്ട് കൽപ്പന. ദൈവത്തെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ആരാധിക്കാവുള്ളൂ, അല്ലേ? ഇന്നത്തെ കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ ഒരു നിഷ്ഠയൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല, അല്ലേ? ഈ പള്ളിയിലും വരും, വേറെ പള്ളിയിലും പോവും, പള്ളി അല്ലാത്തടത്തും പോവും, എവിടെയും പള്ളി പോകാതിരിക്കും, അല്ലേ? അതൊക്കെ എന്താ പറയുക? അതൊക്കെ അവരുടെ ഇഷ്ടമെന്ന് പറയില്ല. അത് അവരുടെ ഇഷ്ടമാണെങ്കിൽ ഒക്കെ ശരിയാണ്. പക്ഷേ ദൈവത്തിന് എന്തല്ല? ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പനെയും അമ്മയും ബഹുമാനിക്കാന്ന് പറഞ്ഞിരിക്കുന്നില്ലേ, അല്ലേ? അപ്പനെയും അമ്മയും ബഹുമാനിക്കും. വീട്ടിൽ അപ്പനെയും അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തോന്നിയാസം നടന്നിട്ട് അപ്പനെയും അമ്മയും കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ദൈവാലയത്തിൽ വന്നാൽ ദൈവം ആ വരവിനെയോ ആ ആരാധനയോ ആ പറയുന്ന സ്തുതിവാചനങ്ങളോ ഒന്നും എന്ത് ചെയ്തില്ല. ദൈവം അത് കണക്കെടുത്തില്ല. കാരണം എന്ത് ചെയ്തില്ല? അവൻ എന്ത് ചെയ്തിട്ട് വന്നിരിക്കുന്നു? ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിട്ട് വന്നിരിക്കുന്നു. അപ്പനെയും അമ്മയും ബഹുമാനിക്കാതെ വന്നിരിക്കുന്നു. അവരോട് അന്യായമായി പെരുമാറിയിട്ട് വന്നിരിക്കുന്നു, അല്ലേ? നമ്മൾ സാധാരണ നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ്. സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. ഓക്കെ, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? കള്ളസാക്ഷ്യം പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു, മോഹിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാം കൽപ്പനകൾ പറഞ്ഞിരിക്കും, അല്ലേ? അതെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യരുത്? ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യരുത്? അത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അത് കൽപ്പന പറഞ്ഞതിന് ശേഷം നമ്മൾ പാപം ഏറ്റു പറയുന്നത്, അല്ലേ? അവിടെ സംഭവിക്കുന്ന ഇതാണ്, ദൈവമേ അനേക കുറവുകളൊന്നും നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ അത് ഉണ്ട്. എല്ലാ പ്രാർത്ഥന ഉള്ളതാണ്, എല്ലാ പ്രാർത്ഥന ഉള്ളതാണ്. ദൈവമേ അങ്ങനെ കൽപ്പനകളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? ലംഘിച്ചിരിക്കുന്നതാണ്. കൽപ്പനകൾ ലംഘിച്ചു പോയി, ക്ഷമിക്കണം എന്നാ പറയുന്നത്. അത് പറയാതെ എന്ത് ചെയ്തില്ല? അത് പറയാതെ നമുക്ക് ദൈവത്തിന് നിൽപ്പാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു ദൈവബോധത്തോടെ അങ്ങനെ വിശുദ്ധനായ ദൈവത്തെ ആരാധിപ്പാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ വിശുദ്ധിയോടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വരണം എന്നാണ് തിരുവനന്തപുരം നമ്മോട് ആവശ്യപ്പെടുന്നത്. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, ഒരു പക്ഷേ ഒത്തിരി പ്രായമുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അറിയിക്കാൻ പറ്റും. കാരണവന്മാരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? അവർ അതുവരെ തലേ ദിവസം വരെ മുറുക്കും കാര്യങ്ങളൊക്കെ കാണും. അന്ന് എന്ത് ചെയ്യും? നല്ല രീതിയിൽ പല്ലൊക്കെ ഒന്ന് തേച്ച്, മുറുക്കത്തില്ല, പള്ളി വരുന്ന മുറുക്കത്തില്ല, ഈവൻ ഭക്ഷണം പോലും കഴിക്കാതെ എന്ത് ചെയ്യുന്നു? വരുന്നു, ആരാധന കഴിയുന്നു, കമ്മ്യൂണിയൻ സർവീസ് കൂടിയതിന് ശേഷമാണ് അവർ പോകുന്നത്, അല്ലേ? വളരെ ഭവ്യതയോടെ ആയിരുന്നു ആരാധിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, നമ്മുടെ പിതാക്കന്മാർ മാതാക്കൾ അങ്ങനെ ചെയ്ത്. അതിൻ്റെ അനുഗ്രഹം അവർക്ക് ലഭിച്ചിരുന്നതായിട്ട് അതുമൂലം നമുക്ക് ലഭിച്ചിരുന്ന കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവ ആരാധന എന്ന് പറയുന്ന, ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത്
അത് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ആ ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്നൊരു ബോധ്യം മറ്റുള്ളവർക്കുണ്ടാകുന്ന നമ്മുടെ ജീവിത രീതിയും കൊണ്ടാണ്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ടാണ്. ഇവിടെ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയതിന് ശേഷം എന്ത് ചെയ്യരുത്? പുറത്തിറങ്ങി എന്ത് ചെയ്യരുത്? നമുക്ക് അരുതാത്ത വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത്. കാരണം ഈ അതരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ നമ്മൾ ദൈവത്തെ സ്തുതിച്ചിരിക്കുന്നു. ആ അതരം കൊണ്ട് എന്ത് ചെയ്യരുത്? നമ്മൾ മറ്റു കാര്യങ്ങൾ പറയാൻ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാനായിട്ട് ഉപയോഗിക്കരുത്. അങ്ങനെ നമ്മളൊന്ന് ശ്രമിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ സാധിക്കും, ക്രമപ്പെടുത്താൻ സാധിക്കും. ആരാധന എന്ന് പറയുന്നത് ദേവാലയത്തിൽ വരുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പുറത്തുള്ള നമ്മുടെ ജീവിതവും. ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത്, അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്, അത് ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ ബന്ധമില്ലാത്ത, പുറത്തുള്ള ജീവിതമായിട്ട് ബന്ധമില്ലാത്ത ആരാധന യഥാർത്ഥത്തിൽ അതെന്തല്ല? യഥാർത്ഥത്തിലുള്ള ആരാധന അല്ല. ഇവിടെ പറയുന്നത് ദൈവം ആത്മാവാണ്. പുറമേ കാണുന്നത് മാത്രമല്ല, അതിനൊരു സ്പിരിറ്റ് ഉണ്ട്, അല്ലേ? അതാണ് ആത്മാവെന്ന് പറയുന്നത്. ആത്മാവില്ലാത്ത ശരീരം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു? നിർജീവം. ആത്മാവില്ലാത്ത ശരീരം നിർജീവം എന്ന് പറഞ്ഞിരിക്കുന്നു, ജീവനില്ലാത്തതാണ്. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജീവൻ നൽകുന്നതാണ്. നമ്മളിവിടെ ഈ സത്യദൈവത്തെ വന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തിയിട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ജീവിതം പുറമെ ഇല്ലെങ്കിൽ നമ്മുടെ ആരാധന എന്താണ്? ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്. അതിൻ്റെ അകത്ത് ആരാധന കാതൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വായിച്ച് മനസ്സിലാക്കുന്ന തിരുവചന സത്യങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ പ്രമാണിക്കാതെ വരുമ്പോൾ അതിൽ ദൈവപ്രസാദം നമുക്ക് ഉണ്ടാകുകയില്ല. അത് ആത്മാവിലുള്ള ആരാധന അല്ല എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ദൈവവിചാരത്തോടെ, ദൈവ സാന്നിധ്യ ബോധത്തോടെ ദൈവസന്നിധി വരാനും ദൈവസന്നിധി ഇരിപ്പാനും നമുക്കിടയായി തീരട്ടെ. ദൈവനം വായിക്കാനും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരുക്കമുള്ളവരായിട്ട് കടന്നു വരുവാൻ നമുക്കിടയായി തീരട്ടെ. യെശയ്യാവ് കണ്ട ദർശനം അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ പോകുമ്പോൾ നല്ല ശുദ്ധിയുള്ളവരായി പോകാൻ നമുക്കിടയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയാം. നമ്മളിവിടെ ഇവിടെ വന്ന് നമ്മൾ പാപമേറ്റ് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരാണ്? പാപം നമ്മളിലുണ്ടോ? പിള്ളേരെന്ന് പറഞ്ഞേ, പാപമെല്ലാം ഏറ്റു പറയണമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പാപമുണ്ടോ? നമ്മൾ മോശം ആൾക്കാരായിരുന്നു, അല്ലേ? ഒത്തിരി കുരുട്ടുബുദ്ധിയൊക്കെ ആയിട്ടാണ് എന്ത് ചിന്തകളായിട്ടാണ് ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പാവലേറ്റ് പറഞ്ഞു, ദൈവമേ എല്ലാ കുരുത്തക്കേടും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുരുത്തക്കേടൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, അല്ലേ? അപ്പം നമ്മൾ ആരാണ്? ഇവിടെ വന്നപ്പോൾ നമ്മൾ അശുദ്ധരായിരുന്നു. നമ്മൾ തിരിച്ചു പോകുമ്പോഴോ വിശുദ്ധരാണ്, അല്ലേ? ആണോ? ആയിരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഇങ്ങോട്ട് വന്നു, ഒത്തിരി കുഴപ്പമുള്ള ആൾക്കാരായിരുന്നു. ഇവിടെ നമ്മൾ ഈ പ്രസംഗം എല്ലാം കേട്ടു, അല്ലെങ്കിൽ ആരാധനയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ശരി യെശയ്യാവ് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്തു? കർത്താവേ മാപ്പാക്കണം, അല്ലേ? പാപമെല്ലാം ഏറ്റു പറഞ്ഞപ്പോൾ നമ്മൾ ശുദ്ധിയുള്ളവരായി തീർന്നു. ഞാൻ ചോദ്യം ഇതാണ്, തിരിച്ചു പോകുമ്പോൾ നമ്മൾ ശുദ്ധിയുള്ളവരാണോ എന്നാണ്. ശുദ്ധിയുള്ളവരാണ് എന്ത് ചെയ്യും? ഈ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്തില്ല, ആവർത്തിക്കാൻ പറ്റില്ല, അല്ലേ? നമ്മളെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പല ആൾക്കാരോടും മുഖം വെറുപ്പിച്ച് അങ്ങോട്ട് കയറി വന്നല്ലേ? അപ്പോൾ തിരിച്ചു പോകുമ്പോഴോ അങ്ങനെ ആയിരിക്കണം. ഇവിടെയുള്ള പള്ളിക്കാരെ കുറിച്ചല്ല പറഞ്ഞിട്ട്, വേറെ മുഖം വെറുപ്പിച്ച് ഇങ്ങോട്ട് കയറി വന്ന ആൾക്കാർ തിരിച്ചു പോകുമ്പോൾ എങ്ങനെ ഇരിക്കണം? മുഖത്തൊരു പ്രസാദം ഉണ്ടായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും ഒരു സന്തോഷം നമുക്കുണ്ടാകും, അല്ലേ? ദൈവസന്നിധി വന്ന് ദൈവത്തെ ആരാധിച്ച് പോകുന്നവരുടെ മുഖത്ത് അങ്ങനെ ഉണ്ടെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ? അതിനങ്ങനെ പറയും. ദൈവസന്നിധി വന്ന് ദൈവത്തെ ആരാധിച്ച് ഹൃദയംഗമായി ആരാധിച്ച് മഹത്വപ്പെടുത്തിയിട്ട് തിരിച്ചു പോകുന്നവരുടെ മുഖത്തെന്തുണ്ട്? അവിടെ ഹൃദയത്തിലൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം എന്ത് ചെയ്യും? അതവരുടെ മുഖത്ത് പ്രതിഫലിക്കും. അവർക്കൊരു ആ ഹൃദയത്തിൽ എന്തുണ്ട്? ഒരു സമാധാനമുണ്ട്. ആ സമാധാനം എന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. അതങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ഓർത്തച്ചാൽ മതി. ദൈവത്തിനല്ല, നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ഓർത്താവും. പറയുക, ദൈവമേ അങ്ങേ ഞങ്ങൾ ശരണപ്പെടുകയാണ്, ആശ്രയിക്കുകയാണ്. അങ്ങനെ കൂടാതെ പറ്റത്തില്ല. ജീവിതത്തിനായിട്ട് മുമ്പോട്ട് ഞങ്ങൾ പോവുകയാണ്. അടുത്ത ആഴ്ചയിൽ ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. അങ്ങയുടെ വചനത്തെ അനുസരിപ്പാൻ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ പോകുന്നുവെങ്കിൽ, അതോടെ ഒരുക്കത്തോടെ തിരികെ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ആത്മാവിൽ ഉള്ള ആരാധന എന്ന് പറയുന്നത് ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവം സഹായിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് ഏറ്റവും നല്ല ഒരു ആരാധന ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ ദിനംതോറും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വാക്യം ഒന്നുകൂടെ പറയട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം വാക്യം.
ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.